അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 26-ാമത്തെ ജുസ്, അതായത് നമ്മളിപ്പോൾ അവസാനത്തെ 5 ജുസിലേക്ക് വന്നു എന്നർത്ഥം. സൂറത്തുൽ അഹ്ഖാഫ്, സൂറത്ത് മുഹമ്മദ്, ഫത്ഹ്, ഹുജുറാത്ത്, ഖാഫ്, ദാരിയാത്തിൻ്റെ പകുതി, പിന്നെ ഒരു പേജും കൂടെ ബാക്കി ഉണ്ടാവുള്ളൂ. ഇത്രയും സൂറത്തുകളാണുള്ളത്. സൂറത്തുൽ അഹ്ഖാഫിൽ അല്ലാഹു തആല ആദ് സമൂഹം, അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്ന സമയത്ത് അവർ പറയാണ്, മേഘം നോക്കിയിട്ട്, ഇത് നല്ല മഴ കിട്ടുന്ന മേഘമാണല്ലോ. അത് പ്രാപഞ്ചിക വസ്തുക്കൾ കാണുമ്പം അതിനെക്കുറിച്ച് സാധാരണ അവലോകനം നടത്താതെ അതിന് പുറകിലുള്ള അള്ളാഹുവിൻ്റെ കുദറത്തുകളും നടപടികളും കൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ന്യൂനമർദ്ദം, പിന്നെ ഇന്ന കാലം, ഇന്ന മൻസൂൺ എന്ന രീതിയിൽ മാത്രം വിലയിരുത്താതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹുവിൻ്റെ അദാബ്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നിഅമത്ത്, ആ രീതിയിൽ അതിനെ വിലയിരുത്തുകയും അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്യണം. ഇടിയും മിന്നലും മഴയൊക്കെ കാണുമ്പം അള്ളാഹുവിലേക്ക് തിരിയുകയും അതിൻ്റെ ഹൈറുകൾ ചോദിക്കുകയും അദാബിൽ അള്ളാഹുവിനോട് കാവൽ തേടുകയൊക്കെ ചെയ്യണം. പിന്നെ മാതാപിതാക്കളുടെ അവസ്ഥ, എത്ര കഷ്ടപ്പെട്ടാണ് അവർ നമ്മളെ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും, പിന്നെ എങ്ങനെ നന്ദിയുള്ളൊരു മകനായി വളരണം എന്നൊക്കെ വിവരിക്കുന്നുണ്ട്. വസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹ. കഷ്ടപ്പെട്ട് ഗർഭം ധരിച്ചു, കഷ്ടപ്പെട്ട് പ്രസവിച്ചു, എല്ലാം ചേർത്ത് എത്രയോ മാസങ്ങൾ, ഒരു 30 മാസത്തെ കണക്ക് ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും ചെറിയ ഗർഭമൊക്കെ വെച്ച് പറയുകയാണ്, ആ പാല് കുടിക്കുന്ന സമയമൊക്കെ വെച്ചുകൊണ്ട്. അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറയാം സാധാരണ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു ദുആ, അല്ലാഹു എനിക്ക് നിൻ്റെ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാൻ തൗഫീഖ് തരണം, എൻ്റെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം, എൻ്റെ മക്കളെ നീ നന്നാക്കണം എന്നൊക്കെ പക്വതയിലേക്കെത്തുന്ന, പാകതയിലേക്കെത്തുന്ന മനുഷ്യൻ ദുആ ചെയ്യും. അവരാണ് സന്മാർഗം പ്രാപിച്ചവർ. ചില മക്കളുടെ അവസ്ഥ, മാതാപിതാക്കൾ അവരോട് വളരെ കഷ്ടപ്പെട്ട് പറയാണ്, മോനൊന്ന് നന്നാക്, അവർ നന്നാകാൻ തയ്യാറല്ല. ഈ അനുസരണഘട്ട മക്കളുടെ അവസ്ഥയും കൂടെ അവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ അവസാന ഭാഗത്ത് ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ നിന്ന് ഖുർആൻ കേട്ട സംഭവം വിവരിക്കുന്നുണ്ട്. വൈദ സറഫ്ന ഇലൈക നഫറം മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ, അവർ ശ്രദ്ധിച്ച് കേട്ടു. എന്നിട്ട് കഴിഞ്ഞപ്പോഴോ ഫലമ്മ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, പഠിച്ച ഖുർആൻ ദഅവത്ത് ചെയ്യുന്നവരായി അവരവരുടെ ജനതയിലേക്ക് മടങ്ങിയിട്ട് പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്. അവരുടെ സമുദായത്തെ വിളിച്ചുകൊണ്ട്, അവരുടെ ഖൗമിനെ വിളിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിയാളിന് ഉത്തരം നൽകും. ഈ ഖുർആൻ പഠിക്കുന്ന നമ്മൾ ഖുർആനിലേക്കുള്ള ദായികളായി മാറണം, ഖുർആനെ ലോകത്തേക്ക് എത്തിച്ചു കൊടുക്കണം. അടുത്തത് സൂറത്ത് മുഹമ്മദ്. സൂറത്ത് മുഹമ്മദിൽ ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കുക, ദീനിൻ്റെ ദഅവത്തിലൂടെ, ദഅവത്തിന് വേണ്ടി സമ്പത്തും ശരീരവും അർപ്പിച്ചുകൊണ്ട്, ദീനിൻ്റെ സ്ഥാപനങ്ങളെ, വ്യക്തികളെ അവർക്ക് പിൻബലം നൽകിക്കൊണ്ട്, ദഅവത്തിനുള്ള വഴികൾ ഒരുക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സാധുക്കളെ സഹായിക്കലും, അതെല്ലാം നമുക്ക് പ്രതിഫലം കിട്ടുന്ന കാര്യം തന്നെ. അതെല്ലാം അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ദീനിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, അള്ളാഹു നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തും. അള്ളാഹു നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തും. അഥവാ ദീനിനെ സഹായിച്ചാൽ 2 കാര്യം. ഒന്ന്, അള്ളാഹു നിങ്ങളെ സഹായിക്കും, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തിയാക്കും. 2, അള്ളാഹു തആല നമ്മളുടെ പാദങ്ങൾ അള്ളാഹു തആല ഉറപ്പിച്ച് നിർത്തുമെന്ന് പറഞ്ഞാൽ അസ്സവാബു ബിൻ ജിൻസിൽ അമൽ എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്. ചെയ്യുന്ന അമലിൻ്റെ അതേ ഇനത്തിൽപ്പെട്ട ഒരു പ്രതിഫലം പല അമലുകൾക്കും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു പള്ളി എടുത്താൽ അള്ളാഹു തആല പകരം അവന് സ്വർഗ്ഗത്തിൽ ഭവനം നൽകും. മൻ ബനാ ലില്ലാഹി ബൈതൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അള്ളാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ, അള്ളാഹുവിന് വേണ്ടി ഭവനം നിർമ്മിച്ചാൽ അവന് വേണ്ടി അള്ളാഹു ഭവനം നിർമ്മിക്കും. ഒരാൾ തൻ്റെ സഹോദരൻ്റെ ന്യൂനത മറച്ചു വെച്ചാൽ ഈ വ്യക്തിയുടെ ന്യൂനത അള്ളാഹു മറച്ചു വെക്കും. അങ്ങനെ അസ്സവാബു മിൻ ജിൻസിൽ അമൽ. അതേപോലെയാണ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തും. അപ്പം നമുക്ക് ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള വഴിയാണ് നമ്മൾ ദീനിൻ്റെ പ്രവർത്തകരായിട്ട് മാറൽ. സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണം സൂറത്ത് മുഹമ്മദിൽ കാണാം. അപ്പോൾ അവിടെ 4 തരം നദികളെ പറ്റി പറയുന്നുണ്ട്. ചെറിയ ടാങ്കല്ല, ടേപ്പല്ല, ധാരാളം അരുവികൾ. അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ, കലങ്ങാത്ത വെള്ളം. അത് വെള്ളം, പാല്, മദ്യം, തേന്, ഈ 4 വസ്തുക്കളെക്കുറിച്ച് പറയുമ്പം അതിനോട് ചേരുന്ന വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. വെള്ളത്തിൻ്റെത് തെളിഞ്ഞതാവലാണ്, മിൻ മാഇൻ ഗൈരി ആസിൻ. പാലിൻ്റെ ഏറ്റവും നല്ല പാല് വേഗം കേടാകും, കേടാവാത്ത നല്ല പാല്. മദ്യത്തെക്കുറിച്ച് പറയുമ്പം മദ്യം മനുഷ്യന് പോഷകത്തിന് വേണ്ടിയോ ദാഹത്തിന് വേണ്ടിയോ അല്ല കുടിക്കുന്നത്. വെള്ളം ദാഹത്തിന് വേണ്ടി, പാല് പോഷകത്തിന് വേണ്ടി, മദ്യപിക്കുന്നതിനാണ് രസത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ലഹരി ബാധിക്കാത്ത
ആളുകളെ ബുദ്ധി ഇല്ലാതാക്കി കളയാത്ത, എന്നാൽ രസം പകരുന്ന സ്വർഗത്തിലുള്ള മദ്യമുണ്ട്. ദുനിയാവിലത് ഹറാമാണ്, ദുനിയാവിലെ മദ്യം. സ്വർഗത്തിൽ അല്ലാഹു തആല ലഹരി വരാത്ത, ബുദ്ധി ഇല്ലാതാക്കി കളയാത്ത രസം പകരുന്ന മദ്യം. അപ്പം ഖംറിൻ ലദ്ദത്തിൽ ലിശാരിബീൻ. അസൽ തേനിൻ്റെ പ്രത്യേകത മുസഫ എന്നാണ്. മുസഫ എന്ന് പറഞ്ഞാൽ അത് ശുദ്ധീകരിച്ച വളരെ പ്യൂറായിട്ടുള്ള തേനാണ്. മുസഫ, തസ്ഫിയ എന്ന് പറയും. അഴുക്കൊക്കെ ദൂരീകരിക്കുന്നതിനെ പറയാം. ഓരോന്നിനോടും ചേരുന്ന വാക്ക്, നല്ല കലങ്ങാത്ത തെളിഞ്ഞ വെള്ളം, രുചിവ്യത്യാസം വരാത്ത പാല്, രസം പകരുന്ന മദ്യം, അതുപോലെ പൂർണ്ണമായ ശുദ്ധിയുള്ള തേൻ. ഇതിൻ്റെ അരുവികളുണ്ടെന്ന് അല്ലാഹു തആല വിവരിക്കുകയാണ്. നരകവാസികൾക്കുള്ളതോ കുടിച്ചു കഴിഞ്ഞാൽ ഫഖത്തഅ അംആഅഹും, കുടലടക്കം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള പാനീയങ്ങളാണ് അവർക്കുള്ളത്. അപ്പം ഇതിൻ്റെ അരുവികൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഗർഭപാത്രവും ദുനിയാവും തമ്മിലൊന്ന് താരതമ്യം ചെയ്താൽ മതി. ഇപ്പോൾ ഗർഭപാത്രത്തിൽ രണ്ടാളുണ്ടെന്ന് കരുതുക. ഒരു ഗർഭപാത്രത്തിൽ ഒരു മുസ്ലിം, ഒന്നിലൊരു നിരീശ്വരവാദിയും. മുസ്ലിമിനോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, മോനെ ഇത് നശ്വരമായ ജീവിതമാണ്, ഇതൊരു 9 മാസത്തേക്ക് മാത്രമാണ്, ഇവിടെ നിൻ്റെ ഭക്ഷണം രക്തമാണ്, നീ കിടക്കുന്നത് മാലിന്യത്തിലാണ്, ഇനി നീ പുറത്തേക്ക് ജനിച്ചാൽ വലിയ ലോകം കാണും, ഇതിനേക്കാൾ എത്രയോ വലുതായ 70,000 ഇരട്ടി വലുത്, അല്ലെങ്കിൽ ഇതിനേക്കാൾ 10 ലക്ഷം വലുപ്പമുള്ള ലോകത്തേക്ക് നീ പോകും, അവിടെ രക്തമല്ല നിൻ്റെ ഭക്ഷണം, നീ ഹോട്ടലിൽ പോയിട്ടിരുന്നാൽ അവിടെ ഒരു പുസ്തകം കൊണ്ടുവന്ന് തരും, നീ ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് വേണ്ടത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം മാഷാ അല്ലാഹ് തയ്യാറാകണം. അതുകൊണ്ട് മോനെ, ഈ ഗർഭപാത്രത്തിൽ നിൻ്റെ തയ്യാറെടുപ്പ് അനുസരിച്ചിരിക്കും. അവിടെ തയ്യാറാക്കുന്ന അള്ളാഹു നേരിട്ടാണ്, ഇവിടെ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാകണം. ഇവിടെ നിനക്ക് കയ്യും കാലമൊന്നും ഇല്ലാതെ ജനിച്ചു കഴിഞ്ഞാൽ പൊന്നാര മോനെ 60, 65, 70 കൊല്ലത്തേക്ക് ഇടങ്ങാറായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ മുസ്ലിമിനത് ബോധ്യപ്പെട്ടു. നിരീശ്വരവാദി പറയാണ്, ഭക്ഷണത്തിൻ്റെ മെനുവോ പുസ്തകമോ ടാബ് നോക്കിയിട്ട് ടിക്ക് ചെയ്താൽ അങ്ങനെ വരുമെന്നോ, റോബോട്ട് ഡെലിവറി ചെയ്യുമെന്നോ, ഡ്രോൺ ഉണ്ടാകുമെന്നോ? നിരീശ്വരവാദി വരച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിയാണെന്നാണ്. ഇപ്പോൾ ആ പാരാമീറ്റർ വെച്ച് അളക്കണം. പറഞ്ഞില്ല, ലോകമെന്ന് പറഞ്ഞാൽ വെറും രക്തമാണ്, ലോകമെന്ന് പറഞ്ഞാൽ വെറും ഇരുളാണ്. കാരണം അവിടെ കാണുന്ന ലോകം അതാണെന്ന് കരുതി ദുനിയാവിനെ അളക്കുന്നത് പോലെയാണ് ദുനിയാവിൻ്റെ പാരാമീറ്റർ വെച്ചിട്ട് പരലോകത്ത് അളക്കുന്നത്. അപ്പോൾ അല്ലാഹു തആല വ്യക്തമായിട്ട് മനുഷ്യൻ്റെ മുമ്പിൽ നമ്മുടെ ഈ ശരീരം ജീവിച്ച 2 ലോകമാണിത്. ഇതേ ശരീരമാണ് ഗർഭപാത്രത്തിലുണ്ടായത്, ഇതേ ശരീരമാണ് പുറത്തേക്ക് വന്നിട്ട് ഈ ദുനിയാവിൽ ജീവിക്കുന്നത്. ഇതേപോലെയാണ് ദുനിയാവ് വളരെ ഇടുങ്ങിയ ലോകമാണ്. ആഖിറം വിശാലമാണ്. അവിടെ ഉള്ള അരുവികളുടെയും ആരാമങ്ങളുടെയൊക്കെ കഥ കേട്ട് മുഅ്മിനീങ്ങൾ വിശ്വസിക്കുന്നു, നിരീശ്വരവാദികൾ സംശയിക്കുന്നു, കളിയാക്കുന്നു. അടുത്തത് സൂറത്തു ഫത്ഹാണ്. ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിൽ മദീനയിലേക്ക് എത്തി 6 വർഷം കഴിഞ്ഞു. ബദർ, ഉഹദ്, ഖന്തഖൊക്കെ കഴിഞ്ഞു. ഇനി അവരിങ്ങോട്ടല്ല, നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുക എന്ന് പറഞ്ഞു. അതായത് പ്രതിരോധിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് നബി തങ്ങൾ സൈനിക മുന്നേറ്റം നടത്തും എന്ന സൂചന നൽകി. അഥവാ അത്രയും മുസ്ലിമീങ്ങൾ ശക്തരായി എന്നർത്ഥം. അപ്പം ഖന്തഖ് കഴിഞ്ഞു. ബദറും ഉഹദും ഖന്തഖും പകവീട്ടാനുള്ള എല്ലാ അവസരങ്ങളും നോക്കി മുശ്രിക്കുകൾ പൂർണ്ണമായിട്ട് അവരുടെ പത്തി മടക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ഒരു സന്തോഷ വാർത്ത നൽകി, നിർഭയമായിട്ട് ഉംറ ചെയ്യാൻ പറ്റും. അപ്പോൾ നിർഭയമായൊരു ഉംറ ചെയ്യാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഉംറ ചെയ്യുന്നു. മക്ക എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല, അവർക്ക് പോലും ആ വിശ്വാസമുണ്ട്. മക്കയിൽ എല്ലാതരം ആളുകളും വരാറുണ്ട്. അപ്പം മക്കയിലേക്ക് പോകുന്നു. അവരുടെ കീഴിലാണ് മക്ക ഉള്ളത്, ഖുറൈശികളുടെ ഭരണത്തിലുള്ളത്, മക്കക്കാരുടെ ഭരണത്തിലുള്ളത്. അവിടേക്ക് ഉംറയ്ക്ക് വേണ്ടി പോവാണ്. അപ്പോൾ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പം, നിർഭയമായിട്ട് പോകുമ്പം, സാധാരണ അറബികൾ വേഷവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വേഷത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പക്ഷേ വാള് കരുതാറുണ്ട്. അതല്ലാതെ യുദ്ധത്തിന് വേണ്ടി കരുതുന്ന വേറൊരു രീതിയുണ്ട്. യുദ്ധത്തിന് വേണ്ടി കരുതുന്ന രീതിയിലുള്ള പടച്ചട്ട ധരിക്കലോ അല്ലെങ്കിൽ മറ്റ് ആയുധങ്ങളൊന്നുമില്ല, സാധാ വേഷത്തിലാണ് അവർ പോകുന്നത്. അവരെ തടഞ്ഞു. യുദ്ധമില്ല, കരാറിന് തയ്യാറാകണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായി. ഈ ഉംറ മുടങ്ങിയത് സഹാബികൾക്ക് വലിയ പ്രയാസമായിരുന്നു. ഇത്രയും തയ്യാറായിട്ട് വന്നു, ഇനി ഇവരെ പേടിക്കാനെന്നില്ല, ഉംറ ചെയ്ത് പോകാനേ ഉള്ളൂ. മരണം വരെ പോരാടുന്ന സഹാബികൾ ബൈഅത്ത് വരെ ചെയ്തതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ യുദ്ധമില്ല, കരാറിന് അവർ ക്ഷണിച്ചപ്പോൾ അതിന് തയ്യാറായി. 10 വർഷത്തേക്ക് യുദ്ധമില്ല. അപ്പോൾ അതിലുള്ള വ്യവസ്ഥകളുണ്ട്, പല വ്യവസ്ഥകളുണ്ട്, ഏകപക്ഷീയമായ വ്യവസ്ഥകളാണ് പലതും. അതിലൊന്നാണ് പരസ്പരം ആക്രമിക്കരുത്, സഖ്യകക്ഷികളെയും ആക്രമിക്കരുത്. അഥവാ ഒരു ഗോത്രം ഖുറൈശികളുമായിട്ട് സഖ്യത്തിലാണ്, വേറൊരു ഗോത്രം മുസ്ലിമീങ്ങളായിട്ട് സഖ്യത്തിലാണെങ്കിൽ നമ്മൾ ആ ഗോത്രത്തെ ആക്രമിക്കരുത്. ഇവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായാൽ പോലും നമ്മൾ അവരെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇങ്ങനെ ഉള്ള വ്യവസ്ഥകൾ അതിലുണ്ട്. ഖുറൈശികൾ ഈ വ്യവസ്ഥ ലംഘിച്ചു. ഈ വ്യവസ്ഥ ലംഘിച്ചു എന്ന വിവരം കിട്ടിയതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചട്ട ധരിച്ച് തയ്യാറായി. അവരിൽ ചിലർ വന്ന് മാപ്പ് പറയാൻ വരെ തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അവരുണ്ടാക്കിയ കരാറാണ്, നമ്മളത് അംഗീകരിച്ചു, അതവർ ലംഘിച്ചു. ഒരു അവസരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനികമായിട്ട് മക്കയിലേക്ക് നീങ്ങാണ്. അത് സൈനിക നടപടിയാണോ അതോ അവർ സ്വമേധയാ കീഴടങ്ങിയതാണോ
ചരിത്രത്തിൽ രണ്ട് രീതിയിൽ വിശദീകരിക്കാം. എന്താണെങ്കിലും തങ്ങൾ സജ്ജമായിട്ട് തന്നെയാണ് പോകുന്നത്. അവർക്ക് ഉപാധികൾ വെച്ചു. ആരെങ്കിലും വീട്ടിൽ കഴിഞ്ഞാൽ അവൻ നിർഭയനാണ്. ആയുധങ്ങൾ താഴെ വെച്ച് വീട്ടിൽ കഴിയുന്നവൻ നിർഭയനാണ്. അതുപോലെ തന്നെ അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടുന്നവൻ നിർഭയനാണ്. വീട്ടിൽ കഴിയുന്നവൻ, ആയുധങ്ങൾ താഴെ വെച്ചവൻ, അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടിയവൻ. അബൂ സുഫിയാൻ്റെ വീട്ടിൽ നിന്ന് പരാമർശിക്കാൻ കാരണം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു, അബൂ സുഫിയാന് കുറച്ച് പേരും പ്രസിദ്ധിയൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അദ്ദേഹം അൽഹംദുലില്ലാഹ് ഇസ്ലാം സ്വീകരിക്കാൻ വരെ തയ്യാറായി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പേരും പത്രാസൊക്കെ ഇഷ്ടമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിഗണിച്ചു. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ ആൾക്കാർ നമ്മൾ സ്റ്റേജിൽ പിടിച്ചിരുത്തുക, അവർക്ക് പൊന്നാട അണിയിക്കുക, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അപ്പം അബൂ സുഫിയാൻ്റെ വീട്ടിൽ അഭയം തേടുന്നവർ നിർഭയനാണ്. ആരെങ്കിലും വഴിയിൽ നിൽക്കുകയാണെങ്കിൽ, ആയുധങ്ങളായിട്ടോ തടയാൻ വേണ്ടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ, ഇല്ല അനംതുമുഹു, അവരെ തീർത്ത് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്ധി, ഈ ഉംറ മുടക്കിയതും അടുത്ത വർഷം വന്നോളാൻ പറഞ്ഞവരോട്. എന്താ കാര്യം? ഇപ്പോൾ ഇവിടം വരെ എത്തി, ഇപ്പം തിരിച്ചുപോയിട്ട് അടുത്ത വർഷം വരുന്നതിൽ എന്താ ഉള്ളത്? കുറേശികളുടെ ഈഗോ അല്ലാതെ. അതിന് പോലും തങ്ങൾ വഴങ്ങിക്കൊടുത്തു, യുദ്ധമില്ലാ കരാറിന് നിന്നു. ആ കരാറിന് നിന്നു, ആ കരാർ പാലിച്ചു. കരാർ തെറ്റിച്ചപ്പോൾ നടപടിയെടുത്തു. ഇന്ന് നമ്മളുടെ ആളുകൾ അരക്ഷിതാവസ്ഥയിൽ അശക്തരായി നിന്നുകൊണ്ട് ഉള്ള എല്ലാ മർദ്ദനങ്ങളും എല്ലാ സൈഡിൽ നിന്നും വാങ്ങിയിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പം പലർക്കും കീഴ്പ്പെട്ടുകൊണ്ട് കരാറിനൊക്കെ നിൽക്കേണ്ടി വരും. പറയും ഹുദൈബിയ സന്ധി. നിങ്ങളൊരിക്കലും ഹുദൈബിയ സന്ധിൻ്റെ പേര് പറയരുത്, മക്കം ഫത്തുഹിൻ്റെ പേര് പറയരുത്. ഏതെങ്കിലും അശക്തിയുടെ സംഭവങ്ങൾ പറഞ്ഞാൽ മതി. ആരെങ്കിലും തോറ്റ് മാപ്പെഴുതി കൊടുത്ത സംഭവമൊക്കെ പറഞ്ഞാൽ മതിയോ? ഹുദൈബിയ സന്ധി എന്നുള്ള അന്തസ്സുള്ളതാണ്. കരാർ വെച്ചു, തെറ്റിച്ചു എന്ന് കണ്ട് ഉടനെ തന്നെ നടപടി സ്വീകരിച്ചു, മക്കം ഫതഹാവുകയും ചെയ്തു. അപ്പോൾ അതാണ് ഈ സൂറത്തിൻ്റെ പശ്ചാത്തലം. ഈ കരാറിലേക്ക് ഒപ്പിടുമ്പം, ആ കരാർ തയ്യാറാകുമ്പം സഹാബികൾ കരുതിയത് അതൊരു പരാജയമാണെന്നാണ്. അല്ലാഹു തആല പറയാണ്, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, നബിയെ താങ്കൾക്ക് വമ്പിച്ച വിജയം നൽകിയിരിക്കുന്നു. ഇത് വമ്പിച്ച വിജയമാണ്. ഒരു ഉംറക്കാ പോയത് മക്ക അടക്കം ഇങ്ങോട്ട് കിട്ടി. അവരുടെ ഭരണത്തിന് കീഴിലുള്ള മക്കയിൽ, കഅബയിൽ ഒരു ഉംറ ചെയ്യാനൊരു ചെറിയൊരു വിസയെ ചോദിച്ചുള്ളൂ. നാഷണാലിറ്റി അല്ല, ആ നേഷൻ അങ്ങനെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നതിനത് കാരണമായി. ഇന്ന ഫതഹ്നാ ലക ഫത്ഹം മുബീന. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഈ രീതിയിലൊക്കെ വരും. പിന്നെ ഈ സൂറത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ബൈഅത്ത് റിദ്വാന് തയ്യാറായവർ, അത് ഒരു ദൂതുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചപ്പം ദൂതൻ എല്ലാവരും ബഹുമാനിക്കുമല്ലോ. പരമശത്രുക്കളായിട്ടുള്ള ഹമാസ്, ഇസ്രായേൽ അനുരഞ്ജന ചർച്ച നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കരാർ നടക്കുകയാണെങ്കിൽ ഡിപ്ലോമാറ്റുകൾക്ക് എപ്പോഴും അവരുടെ ഒരു ഇതുണ്ടായിരിക്കും, സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. അപ്പം സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ വധിച്ചു കളഞ്ഞെന്ന് കിംവദന്തി വന്നു. അപ്പോഴേക്ക് സഹാബികൾ മരണം വരെ പോരാടുമെന്ന് പറഞ്ഞ് തയ്യാറായി. അല്ലാഹു തആല അതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അശ്ശജറ. അപ്പോൾ ഒരു മരത്തിന് കീഴിലായിരുന്നു അവിടെ ബൈഅത്ത് ചെയ്തവർ. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വിജയത്തിൻ്റെ സന്തോഷ വാർത്തകളും അല്ലാഹു തആല സംരക്ഷിക്കുമെന്നതും ആ സാഹചര്യങ്ങളൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ അവസാനത്തിൽ അല്ലാഹു തആല അങ്ങേക്ക് സ്വപ്നം കാണിച്ചു തന്നിരുന്നു, നിർഭയമായിട്ട് കഅബയിൽ പ്രവേശിച്ച് ഉംറ ചെയ്യാൻ സാധിക്കുമെന്ന്. അപ്പോൾ ചില സഹാബികൾ ചോദിച്ചു, നബിയെ അല്ലാഹു അറിയിച്ചതല്ലേ നിർഭയമായി കയറാൻ പറ്റുമെന്ന്? അത് ഈ വർഷമാണെന്ന് പറഞ്ഞില്ലല്ലോ, വരാലോ, ഇനിയും സമയമുണ്ടല്ലോ. എന്താണെങ്കിലും മക്ക തന്നെ കിട്ടുന്നതിനത് കാരണമായി തീർന്നു. അതാണ് സൂറത്തുൽ ഫതഹിൻ്റെ പരാമർശ വിഷയങ്ങളും അതിലുള്ള പ്രമേയവും. അടുത്തത് സൂറത്ത് ഹുജുറാത്താണ്. ഒരുപാട് ആദാബുകൾ, മര്യാദകൾ വിവരിക്കുന്നുണ്ട്. അദബ്, മര്യാദ, അതിൻ്റെ ബഹുവചനമാണ് ആദാബ്. അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള മര്യാദ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ നിങ്ങൾ, അത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, ഇവിടുന്ന് ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, തങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ ഉറക്കെ പറയരുത്. വിനയത്തോടെ, താഴ്മയോടെ, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം മസ്ജിദുൻ നബവിയിൽ രണ്ടുപേരും അറിയാതെ ശബ്ദത്തിൽ സംസാരിച്ചപ്പം ഉമർ റളിയല്ലാഹു ആംഗ്യം കാണിച്ച് ചെറിയൊരു ചരൽക്കല്ല് എറിയുകയോ ആംഗ്യം കാണിക്കുകയൊക്കെ ചെയ്താൽ അവരെ കൊണ്ട് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം ഇവിടാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ തായിഫിലാണ്. മദീനയിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് തരുമായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ വിശ്രമിക്കുന്നത് കാണുന്നില്ലേ? അപ്പോൾ ഈ ആയത്തിൽ പറഞ്ഞ മര്യാദ വഫാത്തിന് ശേഷം പോലും പാലിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളാണ്. അള്ളാഹുവിൻ്റെ റസൂലിനുള്ള അദബ് പാലിക്കേണ്ടതാണ്. ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യ്, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ ശബ്ദം ഉയരരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, തങ്ങളോട് സംസാരിക്കുമ്പോൾ ഉറക്കെ പറയരുത്. എന്ത് സംഭവിക്കും എന്നറിയോ? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പദവി എന്താണെന്നാണ് വിചാരിച്ചത്? നിങ്ങളുടെ മുഴുവൻ അമലുകളും, നിങ്ങൾ ചെയ്ത ഹിജറ, നിങ്ങൾ ചെയ്ത ജിഹാദ്, ബദർ, ഉഹദ്, ഖന്തക്ക്, സമ്പത്ത് ചെലവാക്കിയതെല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് വേസ്റ്റായി പോകും. അള്ളാഹുവിൻ്റെ റസൂലിനോട് അദബുകേട് കാണിക്കരുത്. ആ അദബ് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം പോലും സഹാബികൾ പാലിച്ചു എന്ന് പറയുമ്പം ആത്മീയ കാര്യങ്ങൾ അവരേത് രീതിയിൽ കണ്ടിരുന്നു എന്നർത്ഥം. അവർ വെറും ഭൗതിക രീതിയിൽ ജീവിച്ചപ്പം ഇപ്പം വഫാത്തായി, കണക്ഷൻ പോയി, ഫിസിക്സ് വെച്ചാണ് നമ്മൾ ഈമാൻ പഠിക്കുക, അങ്ങനെയല്ല. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു.
സംസാരിക്കരുത്, ഉറക്കെ സംസാരിക്കരുത്. നിങ്ങൾ തായിഫുകാരായതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നതാണ് ഉമർ അള്ളാഹു പറഞ്ഞത്. ശേഷം പറയാണ് അള്ളാഹുൻ്റെ റസൂലിൻ്റെ മുറികളുണ്ട്. അതാണ് ഈ സൂറത്തിന് ഹുജുറാത്ത്, അതിനെക്കുറിച്ചുള്ള പരാമർശമുള്ളതുകൊണ്ടാണ് ആ പേര് വന്നത്. ഹുജറ മുറി, ബഹുവചനം ഹുജുറാത്ത്. ഇത് ഗുജറാത്ത് അല്ല കേട്ടോ, ഹുജുറാത്ത്. ഹർക്കത്ത് ശരിക്കും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ മുറികൾ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഖിബില, നമ്മൾ പടിഞ്ഞാറ് ഭാഗമല്ല, ഇന്ന് പടിഞ്ഞാറ് നമുക്കാണ് ഖിബില. മദീനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗത്ത് സൈഡാണ്, തെക്ക് ഭാഗത്താണ് കഅബ വരിക. അപ്പോൾ അവർ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുമ്പം ഈ ഇടത് സൈഡിലായിട്ട്, അതായത് നേരെ പറഞ്ഞാൽ അവിടുത്തെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഉണ്ടാവാം. കാരണം അവർ സൗത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്. ഇടത്തെ സൈഡ് എന്ന് പറയുമ്പം കിഴക്ക് ഭാഗം, അവിടെയാണ് മുറികളുള്ളത്. അവിടെയാണ് അള്ളാഹു റസൂലിൻ്റെ ഖബർ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി, മുറികൾക്ക് പുറകിൽ വന്നുകൊണ്ട് താങ്കളെ വിളിക്കുന്നവർ, മുഹമ്മദ് ഇറങ്ങി വന്നൊക്കെ ബദുക്കൾ അല്ലെങ്കിൽ അറാബികൾ അറിയാതെ പറയുമായിരുന്നു. സഹാബികൾക്ക് മര്യാദ അറിയാം, മദീനൻ്റെ അദബുകൾ അവർക്കറിയാം. എന്നാൽ ദൂരസ്ഥലത്ത് നിന്ന് വരുന്നവർ അല്ലെങ്കിൽ ഗ്രാമീണരൊക്കെ അറിയാതെ വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിക്കരുത്. അള്ളാഹുൻ്റെ റസൂൽ പുറത്തേക്ക് വരുന്ന സമയമുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുവരെ ക്ഷമിച്ചിരിക്കാം. ഇനി അതിനേക്കാൾ ഭയങ്കര എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പതുക്കെ വിളിക്കുക, അതബോടെ പതുക്കെ മുട്ടുക. അതല്ലാതെ വളരെ എമർജൻസി വന്നാൽ, അല്ലെങ്കിൽ വലൗ അന്നഹും സബറു ഹത്താ തഖ്റുജ ഇലൈഹിം, അങ്ങ് വരുന്നത് വരെ അതാണ് മര്യാദ. അതല്ലാതെ വീട്ടിൽ പോയിട്ട് സാധാരണ ആളുകൾ വിളിക്കുന്നത് പോലെ ഒരിക്കലും മുഹമ്മദൊന്നും പേരൊന്നും വിളിക്കാൻ നിൽക്കരുത്. അവരധികം ആളുകളും അറിയാത്തവരാണ്, അവർ ചിന്തിക്കാത്തവരാണ്. ആ മര്യാദ അല്ലാഹു തആല ഈ സൂറത്തിൽ പഠിപ്പിക്കുകയാണ്. പിന്നെ സമൂഹത്തിലെ മര്യാദകൾ, സത്യവിശ്വാസികൾ, നിങ്ങളൊരു വിഭാഗം അടുത്ത വിഭാഗത്തെ പരിഹസിക്കരുത്, മോശമായ പേരുകൾ വിളിക്കരുത്. സത്യവിശ്വാസികൾ നിങ്ങൾ ഊഹങ്ങളിലധികവും വർജിക്കണം. ഊഹങ്ങൾ വർജിച്ചാൽ നമുക്ക് തന്നെ എളുപ്പമാണ്. ഒരാൾ നമ്മളുടെ ഇങ്ങനെ വന്ന് സലാം പറയാതെ പോയി, ദേഷ്യമുള്ളത് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ പിന്നെ അത് വെറുതെ ആലോചിച്ച് കൊടുക്കണം. കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചേക്കാം, പ്രശ്നം കഴിഞ്ഞില്ല. ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, സലാം പറയാതിരുന്നായിരിക്കും. ഓക്കെ, നമുക്ക് നമ്മുടെ വിചാരം നന്നാക്കാലോ. അപ്പോൾ നല്ലത് വിചാരിച്ചാൽ വളരെ എളുപ്പമാണ്, ആർക്ക്? നമുക്ക് തന്നെ സുഖമാണ്. അപ്പോൾ ഒരു മുസ്ലിമിന് 100 സാധ്യത ഉണ്ടെങ്കിൽ 99 മോശം സാധ്യതയാണെങ്കിൽ നമ്മൾ നല്ല സാധ്യത കാണലാണ് ഏറ്റവും നല്ലത്. നമുക്ക് നല്ലത് നമ്മളുടെ ദീനിനും ദുനിയാവിനും നല്ലത്. കാരണം ഇന്ന ബഅദല്ലന്നി ഇസ്മുൻ, ചില ഊഹങ്ങൾ തെറ്റായിരിക്കും, പാപമായിരിക്കും. അദ്ദേഹം എന്താ അവിടെ ഒളിച്ചു പോയി നിന്ന് ചെയ്യുന്നത്? മൂപ്പരാർക്കും എന്തെങ്കിലും സദക്ക കൊടുക്കണം എന്നുള്ള കാര്യം ആലോചിക്കായിരിക്കും. നിങ്ങൾ വേറെ എന്തൊക്കെയോ ചിന്തിച്ചു. നോമ്പ് തുറന്ന ഉടനെ സിഗരറ്റ് വലിക്കാൻ പോയതായിരിക്കുമോ? നിങ്ങൾക്ക് വേറെ പണിയില്ലേ സാഹിബ്? അദ്ദേഹം ആർക്കോ എന്തോ സദക്ക കൊടുക്കാൻ വേണ്ടി എന്തോ ഫോൺ ചെയ്യാൻ പോയതാണ് എന്നങ്ങ് വിചാരിച്ചേക്കാം. അങ്ങനെ വിചാരിച്ചാൽ എളുപ്പമാണ്. മനുഷ്യരെ, നിങ്ങളെ ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു സൃഷ്ടിച്ചു. നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വിഭാഗങ്ങളൊക്കെ ആക്കി നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി. തഖ്വ കൊണ്ടാണ് നിങ്ങളുടെ മുൻഗണന, നിങ്ങൾക്ക് മേൽക്കൈ കിട്ടുന്നത്. ഒരു മനുഷ്യൻ ഒരിക്കലും റേസിസ്റ്റ് ആവാൻ പാടില്ല. ഇത് തമിഴ്നാട്ടുകാരിയാണ്, ഇത് ബംഗാളിയാണ്, അങ്ങനെ ഒരിക്കലും നമ്മൾ ആ കണ്ണുകൊണ്ട് കാണരുത്. നമ്മൾ അടുത്ത് പോകണം, ചേർന്ന് നിൽക്കണം, മനുഷ്യരെ ഒരുപോലെ കാണണം. അത് നമ്മുടെ ഇസ്സത്താണ്. ഒരു മുഅ്മിനിൻ്റെ ബ്ലഡിൽ ഒരിക്കലും വംശീയത ഉണ്ടാകാനേ പാടില്ല. ആരെയും നമ്മൾ ചെറുതായിട്ടും കാണണ്ട, ആരെയും നമ്മൾ വലുതായിട്ടും കാണണ്ട. മനുഷ്യരെ ഒന്നായിട്ട് കണ്ടാൽ മതി. നിറത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, പണത്തിൻ്റെ പേരിൽ നമ്മളൊരിക്കലും ഉച്ചനീചത്വം കാണിക്കരുത്. പിന്നെ സൂറത്ത് ഖാഫ്. അപ്പോൾ സൂറത്ത് ഖാഫ് അല്ലെങ്കിൽ നൂൻ എന്നൊക്കെ പേര് വരുമ്പം അതിൽ ഒരു അക്ഷരപരമായ ഒരു അത്ഭുതവും കൂടെ ഉണ്ട്. ഇപ്പോൾ സൂറത്ത് ഖാഫിൽ ഖാഫ് കൊണ്ടൊരു മേള എന്ന് വേണമെങ്കിൽ പറയാം. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് ഖാഫ് വൽ ഖുർആനിൽ മജീദ്. അപ്പം ശക്തമായ ആശയങ്ങൾ പറഞ്ഞു പോകുന്നു, ഘനമുള്ള ഭാഷ, ചെറിയ ചെറിയ ആയത്തുകൾ, നല്ല വാക്കുകൾ. അതിനോടൊപ്പം ഈ അക്ഷരത്തിൻ്റെ ഘടനയും കൂടെ ശ്രദ്ധിച്ചു എന്ന് പറയുമ്പം ഭാഷാ സൗന്ദര്യം അതിൻ്റെ പാരമ്യത്തിലെത്താണ്. അറബി ഭാഷ ആസ്വദിക്കാൻ സാധിക്കുന്നവർക്ക് ആശയം വേഗത്തിൽ പോവാണ്. അതിനോടൊപ്പം ഈ ഭാഷയുടെ ശുദ്ധിയും സൗന്ദര്യവും അതിൻ്റെ ആഡ് ഓൺ ആയിട്ടുള്ള ഘടകങ്ങളൊക്കെ വരുന്നു എന്ന് പറഞ്ഞാൽ ഖുർആൻ അപാരമായ മുഅ്ജിസത്തായിട്ട് മാറാണ്. ഇതിൽ ഒന്നാമത്തെ പേജിൽ പ്രപഞ്ചത്തിലെ പല അത്ഭുതങ്ങൾ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പേജിൽ മനുഷ്യൻ അല്ലാഹു തആല എത്രത്തോളം നിരീക്ഷിക്കുന്നു. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ മനസ്സ് മന്ത്രിക്കുന്നത് നാം അറിയുന്നുണ്ട്, അവൻ്റെ കണ്ട നാടിയേക്കാൾ നാം അവൻ്റെ അടുത്തുണ്ട്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് എന്ന് തുടങ്ങി എന്തെങ്കിലും ഒന്ന് മൊഴിഞ്ഞാൽ അത് രേഖയാണ്. ഇതിൻ്റെ എന്താ പറയുക,
സാധാരണ കോടതി നടപടികളിലും അതുപോലെ വലിയ വലിയ സെമിനാറുകളിലൊക്കെ പറയുന്ന എല്ലാ വാക്കും റെക്കോർഡ് ചെയ്ത് എഴുതി വെക്കും ആൾക്കാർ വെച്ച്. അതേപോലെ നമ്മൾ ഈ പറയുന്ന എല്ലാ വാക്കും റെക്കോർഡാണ്. ഇതെല്ലാം എഴുതി വെക്കാണ്, നാളെ പരലോകത്തെത്തിയിട്ട് നമ്മൾ വായിച്ച് കേൾപ്പിക്കാനുള്ളതാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി ആ രേഖ ഹാജരാക്കുന്നത്, മരണം വരുന്നത്, മരണസമയത്ത് മനുഷ്യൻ്റെ യഥാർത്ഥ കാഴ്ച വരുന്നത്. ഇപ്പം നമ്മൾ ഉറക്കത്തിലുള്ളത്, ഇതിപ്പോൾ സ്വപ്നം കാണാണ്. ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ കാഴ്ച മറഞ്ഞ് ഫബസറുകൽ യൗമ ഹദീദ്, ഇന്ന് നീ ശരിക്കുള്ള കാഴ്ചകൾ കാണും. എന്നിട്ട് രണ്ടാളെ കൂടെ നിർത്തിയിട്ട് വിചാരണക്ക് കൊണ്ടുവരുന്നതും. സ്വർഗത്തെ രഹസ്യജീവിതം നന്നാക്കുന്നവർക്കാണ് സ്വർഗം. നന്നായിട്ട് ശ്രദ്ധിക്കുക. വാക്കിനേക്കാൾ പ്രവൃത്തി നന്നാക്കുക, പരസ്യത്തേക്കാൾ രഹസ്യം നന്നാക്കുക, രഹസ്യ ജീവിതത്തിൽ എല്ലാ പാപങ്ങളും വർജിക്കുക. സ്വർഗം ഗ്യാരണ്ടിയാണ്. ഹാദാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീൽ മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്. പള്ളിയിൽ നല്ലോണം കൈകെട്ടി കുറേ നേരം നിസ്കരിക്കാനൊക്കെ ആർക്കും പറ്റും. നാലാൾ കൂടെ നിർത്തി തഖ്വ പറയാൻ എല്ലാവർക്കും പറ്റും. ഒറ്റയ്ക്കിരിക്കുമ്പം അള്ളാഹുവിനെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് നിങ്ങളുടെ കൈകളിലേക്ക് പാപങ്ങൾ വെച്ച് അള്ളാഹു പരീക്ഷിക്കുമെന്ന് പണ്ട് കാലത്ത് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിൻ്റെ സമയത്ത് വേട്ടമൃഗത്തെ നൽകിയിട്ടും ദാഹമുള്ള സമയത്ത് നദിയിലെ വെള്ളം കൊടുത്തിട്ട് ഒരു കോരൽ മാത്രമേ കുടിക്കാമെന്ന് പറഞ്ഞിട്ടൊക്കെ. അതിൻ്റെ ഏറ്റവും ഭയാനകമായ വേർഷനാണ് മൊബൈൽ. വിരൽത്തുമ്പിലാണ് സർവ്വ പാപങ്ങളുള്ളത്. ആര് സൂക്ഷിക്കുന്നോ സ്വർഗം ഗ്യാരണ്ടി. അപ്പോൾ ഇതൊരു ഒരു ഗെയിം പോലെ, ഒരു ചാലഞ്ച് പോലെ കാണണം. തഖ്വ ചെയ്താൽ കാലാകാലത്തേക്കുള്ള നേട്ടം, നൈമിഷികമായ സുഖങ്ങളുടെ പുറകിൽ പോയാൽ കാലാകാലത്തേക്കുള്ള നഷ്ടം, കാലാകാലത്തേക്കുള്ള നിന്ദ്യത. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് സൂറത്ത് ഖാഫ്. ശേഷം സൂറത്ത് ദാരിയാത്തിൽ 1.5 പേജ് ഈ ജുസ്ഇലും പിന്നെ 1.5 പേജ് അടുത്ത ജുസ്ഇലുള്ളത്. അപ്പോൾ ഇതിൽ മുത്തഖീങ്ങളുടെ അടയാളം പറയുന്നുണ്ട്. മുത്തഖീങ്ങളുടെ അടയാളം രാത്രി സമയത്ത് കുറച്ച് മാത്രം ഉറങ്ങുന്നവരും അവസാന സമയത്ത് വബിൽ അസ്ഹാരി സുബഹിയോട് ചേർന്ന് അള്ളാഹുവിൻ്റെ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുമാണ്. നിങ്ങൾ ഭൗതികമായിട്ട് ഇതിനൊന്ന് കണ്ടു നോക്ക്, ഭൗതികമായിട്ട് കണ്ടു നോക്ക്. രാത്രി നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എത്ര നല്ല ശീലമാണ്. ഒരാളുടെ എല്ലാ പണിയും നല്ല രീതിയിൽ നടക്കാൻ ഏറ്റവും നല്ലതാണത്, എല്ലാ ജോലികളും നേരെയാകാൻ. എന്നിട്ട് വബിൽ അസ്ഹാരി സുബഹിൻ്റെ മുമ്പ് തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യും, പാപങ്ങളൊക്കെ ഖേദിച്ച് മടങ്ങുമെന്ന് പറഞ്ഞാൽ എത്ര ഫ്രഷായിട്ട്, എത്ര പുതിയ ദിവസമാണ് ഒരു മുസ്ലിം തുടങ്ങുന്നത്. ആഖിറത്തിലെ നേട്ടമൊക്കെ അവിടെ ഉണ്ട്. ഭൗതികമായിട്ട് പോലും ഇതെത്ര നല്ല ഗുണമാണ്. ശേഷം അല്ലാഹു തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവം വിശദമായിട്ട് പറയുന്നുണ്ട്. അതിഥികൾ വന്നപ്പോഴേക്ക് അവർ സലാം പറഞ്ഞു. പറയുമ്പോഴേക്ക് അദ്ദേഹം അവർക്ക് നല്ല ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. ബിഇജ്ലിൻ സമീൻ. ഈ ഇജ്ൽ എന്ന് പറഞ്ഞാൽ ഈ ഗോവർഗത്തിൽപ്പെട്ട ഇളയതിനാണ് പറയാം. അപ്പം ഇളയ ബീഫ് എന്നർത്ഥം. റെഡിയാക്കി കൊടുത്തു. അവർ കഴിക്കുന്നില്ല കണ്ടപ്പോൾ അദ്ദേഹത്തിന് സംശയമായി, ഒരു പേടി തോന്നി. പേടി എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഭക്ഷണം കഴിക്കാത്തത്? പിന്നെയാണ് അറിയുന്നത് അവർ മലക്കുകളാണെന്നുള്ള കാര്യം. മാഷാ അല്ലാഹ്. അപ്പോൾ അതിഥികൾ വന്ന ഉടനെ തന്നെ അവരെ സൽക്കരിച്ചു, ഭക്ഷണത്തിന് ഏർപ്പാട് ചെയ്തു. നമ്മുടെ നാട്ടിലൊക്കെ ഒരു തക്കാരത്തിൻ്റെ രീതിയുണ്ട്. എന്താണെന്നറിയോ? വന്നാൽ മൈൻഡേ ഇല്ല, മിണ്ടാതിരിക്കും. എന്നിട്ട് പോകാൻ നേരത്തെ പറയും, അല്ലാ എന്ത് പോക്കായത്, ഒന്നും കഴിക്കാതെ പോവല്ലേ, ഒരു വെള്ളം പോലും കുടിച്ചില്ല, ഇത്രയും നേരം ഇവിടെ ഉണ്ടായില്ല, ഒന്നും ചിന്തിച്ചില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് മലക്കാണോ മനുഷ്യനാണെന്നൊക്കെ തിരിയുന്നതിന് ആദ്യം തന്നെ അതിഥികൾ വന്നു, ഭക്ഷണം വെച്ചു, അവരിലേക്ക് അടുപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിക്കണം, എന്താ കഴിക്കാത്തത്, എന്താണ് അലാ തഅക്കുൽ, എന്താ നിങ്ങൾ കഴിക്കാത്തത്? അപ്പോൾ അവർ വിശേഷം പറയുകയാണ്, ഞങ്ങൾ മലക്കുകളാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതിഥികളെ നല്ല മനസ്സോടെ സ്വീകരിക്കാം. അതല്ലാതെ വെറുതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ലാസ്റ്റ് പോകാൻ നേരത്തെ അല്ലാ എന്ത് പോകാമെന്ന് ചോദിക്കുന്നതിന് ചില സമയത്ത് പ്രത്യേകിച്ച് അർത്ഥം ഉണ്ടാകണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ സംഭവമൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു അറിയിക്കണം അവസാനം ആകാശഭൂമികളുടെ പ്രപഞ്ച വിശാലതയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അഥവാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇബാദത്താണ്. ശരിയായ ദിക്ർ, ശരിയായ ദുആ, ഉരുകിയുള്ള തൗബ, ദീർഘമായ സുജൂദ്, ദീർഘമായ റുക്കൂ, ഇതിന് വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചത്. ചില ആളുകൾ ഇതിനെ തെറ്റായി മനസ്സിലാക്കാറുണ്ട് കേട്ടോ. ഇബാദത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളുടെയൊക്കെ ആത്മാവായിട്ട് ഇബാദത്തുകളെ കാണണം. ചിലർ പറയാറുണ്ട്, ഉറങ്ങുന്നതിന് ഇബാദത്താക്കി മാറ്റാം, ഭക്ഷണം കഴിക്കുന്നതിന് ഇബാദത്താക്കി മാറ്റാം. അതും പറഞ്ഞ് കുറേ ഭക്ഷണം കഴിക്കാൻ ആരും വിചാരിക്കേണ്ട, കുറേ ഉറങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഉറങ്ങുന്നതിനെയും ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ പ്രതിഫലം കിട്ടുന്ന പ്രവൃത്തികളാക്കി മാറ്റാം. ഇബാദത്ത് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞ രൂപത്തിലുള്ള ദിക്ർ, സ്വലാത്ത്, ദുആക്കൾ, ഇതിനാണ് നമ്മൾ ഇബാദത്ത് എന്ന് പറയാം. ഇബാദത്ത് എന്നുള്ള സാങ്കേതിക വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശരിയായി അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മൾ സൃഷ്ടിച്ചത്. ഇനി ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ നമ്മൾ പൂർത്തിയാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നല്ലോണം ജീവിക്കുന്ന ഒരാൾ ബാക്കിയുള്ള ആവശ്യങ്ങളൊക്കെ നല്ല നീയത്തിൽ പൂർത്തിയാക്കുമ്പം അതിനെ പ്രതിഫലം കിട്ടുന്ന അമലുകളാക്കി മാറ്റാൻ സാധിക്കും. അള്ളാഹു തആല പരിശുദ്ധമായ ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും, ജിന്നുകളെ പറ്റി പറഞ്ഞതുപോലെ അവരവരുടെ ജനതയിലേക്ക് മടങ്ങി മുന്നറിയിപ്പ് കൊടുക്കുന്നവരായിട്ട് അവർ പറഞ്ഞു, യാ ഖൗമന അജീബു ദാഇ അല്ലാഹ്. ആ രീതിയിൽ ദഅവത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് തരട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.